അല്ല, റിയാസ് മൗലവിയുടെ ബ്രദർ അബ്ദുറഹിമാൻ TS നേരെ ബ്രദറാണ്. ഒരു 4 പേരോ 5 പേരാണ് റിയാസ് മൗലവിയുടെ ഫാമിലിയിലുള്ളത്. അതിൽ ബ്രദർ ഇന്ന് തന്നെ വിളിച്ചിരുന്നു. ഇന്ന് മീൻസ് ഒരു മണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചു. അപ്പോൾ നമ്പറൊക്കെ എൻ്റെ അടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ കേസുമായി ബന്ധപ്പെട്ട സമയത്ത് റിയാസ് മൗലവിയുടെ ഫാദറിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെയോ സഹോദരന്മാരെയോ ആരെയും ഒരു തരത്തിൽ പോലും പ്രോസിക്യൂട്ടർ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ കേസിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരെ അടുത്ത് പോവുകയോ ചെയ്തിട്ടില്ല എന്നാണ്. എന്ന് മാത്രമല്ല, ഈ കേസ് തോറ്റതിൻ്റെ കാരണത്തിൽ കോടതിയിലെ വിധി കേൾക്കാൻ വേണ്ടിയിട്ട് റിയാസ് മൗലവിയുടെ ബ്രദർ അവിടെ വന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ആയിട്ട് വലിയ തർക്കത്തിലാണ് അവിടെ നിന്നിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളോടൊന്നും ഒരു തവണ പോലും ചോദിച്ചില്ല എന്നൊക്കെയാണ്. ഇതാണ് അതിൻ്റെ അകത്തെ റിയാസ് മൗലവിയുടെ ബന്ധുക്കളുടെ സപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിൽ ഞാൻ പ്രതികരിച്ച ഇതിനോട് പ്രോസിക്യൂട്ടർ വലിയ വൈകാരികമായിട്ടൊക്കെ പ്രതികരിക്കുന്നത് കേട്ടു. അദ്ദേഹം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞ അങ്ങനെ തന്നെയാണ്, നിങ്ങൾ എന്തെങ്കിലും തെളിയിച്ചാൽ ഞാൻ ഈ പണി നിർത്തുന്നതാണ്. അദ്ദേഹത്തിന് ഈ പണി നിർത്താനുള്ള ടെൻഡൻസി എന്താ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പണി നിർത്തണോ, അദ്ദേഹത്തിന് ഇതിനകത്ത് എനിക്കെതിരെ കേസ് കൊടുക്കുമോ, അതൊക്കെ വേറെ കാര്യമാണ്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കേസാണ്. അദ്ദേഹത്തിന് കേസ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. അദ്ദേഹം വക്കീലാണ്. എനിക്ക് എൻ്റെ പേരിൽ ഇഷ്ടംപോലെ കേസുകളുണ്ട്. അദ്ദേഹം കേസ് എടുക്കട്ടെ, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പക്ഷേ അദ്ദേഹം പറയേണ്ട ഒരു മറുപടി, ഇന്ന് ഹൈക്കോടതിയിൽ, ഞാൻ പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഇന്ന് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന കേസുണ്ട്. ആ കേസിലെ 4ാമത്തെ പ്രതി ഈ പ്രോസിക്യൂട്ടറാണ്. അപ്പോൾ ആ കേസിൻ്റെ അകത്തുള്ള ഒരു ഒറ്റ കാര്യം ഞാൻ വായിക്കാം. ഞാൻ നിങ്ങളോട് അതിനകത്ത് വന്നിരിക്കുന്ന ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ അതിങ്ങനെയാണ്. അതിൽ പിന്നീട് ഇതിൽ മൂന്നാമത്തെ പരാതി, അതിൽ പിന്നീട് 4ാം പ്രതി അന്യായക്കാരനെ വിളിച്ച് പ്രതികൾ ഒത്തുതീർപ്പിന് തയ്യാറാവുന്നില്ല എന്നും 20 ലക്ഷം രൂപ കൂടി നൽകണമെന്നും അല്ലാത്ത പക്ഷം ബലാത്സംഗം ആരോപിച്ച് കേസ് കൊടുക്കുമെന്ന് അറിയിച്ചതിൽ അന്യായക്കാരൻ നിരസിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ കേസിലെ 3ാമത്തെ ഇതിനകത്ത് പറയണത്. എന്നുവെച്ചാൽ വളരെ കൃത്യമായിട്ട് ഹൈക്കോടതിയിൽ ഇന്നാണ് അതിൻ്റെ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെ കോടതി ബെഞ്ചിൽ ഇത് വന്നു, പക്ഷേ അത് എടുത്തിട്ടില്ല. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നതിൻ്റെ ഇതും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇന്ന് എടുത്തിട്ടില്ല എന്നാണ്. ഞാനിപ്പം വരുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ്, നിങ്ങളെ കാണുന്നതിന് വൈകിയത് പോലും അതുകൊണ്ടാണ്, 5 മിനിറ്റ് മുമ്പ് ഞാൻ ചോദിച്ചു. അപ്പോൾ കേസ് എടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹം വെല്ലുവിളിച്ചത് തെളിയിക്കുകയോ വിക്ടിമിൻ്റെ പേര് പറയാൻ പാടില്ല എന്നുള്ള കോമൺ സെൻസൊക്കെ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് പഠിച്ചിട്ടുണ്ട്. പോക്സോ കേസിലെ വിക്ടിമിൻ്റെ പേര് പറയാൻ പറ്റുമോ, അത് പറഞ്ഞാലുണ്ടാകുന്ന കോൺസിക്വൻസ് അന്ന് വക്കീലിന് അറിയില്ലെങ്കിൽ എനിക്ക് നന്നായിട്ടാണ്. ഞാനതൊന്നും പറയാൻ പോണില്ല. വിക്ടിം ഇയാളെ കാര്യം ഞാൻ എന്തായിരുന്നോ പത്രക്കാരോട് പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ ആ ഫുൾ പത്രസമ്മേളനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട് എന്ന് വെച്ചാൽ, ഈ പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരാതിയുണ്ട്. ആ പരാതി സ്റ്റേയ്ഡാണ്. ഞാൻ പറഞ്ഞു സ്റ്റേയ്ഡ് അപ് ടു 17/4/2024 എന്ന് വെച്ചാൽ ഇന്നാണ് ആ ദിവസം. ഇന്ന് കൃത്യമായിട്ട് കോടതിയിൽ വരികയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പത്രപ്രവർത്തകർക്ക് അതറിയണം താല്പര്യമുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ വിളിച്ചു നോക്കും. എൻ്റെ അടുത്ത് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ഞാനിപ്പോൾ തരാം. ആ പോക്സോ കേസിലെ പ്രതിയാണ്. പ്രതിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വിക്ടിമിന് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വിക്ടിമ് ഒരു പരാതി കൊടുക്കാൻ ശ്രമിച്ചു. അത് ഇദ്ദേഹം പോയിട്ട് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൽ പ്രതിയാക്കപ്പെട്ട ആൾ, എന്നാൽ എൻ്റെ അടുത്ത് നിന്ന് ഇത്ര ലക്ഷം രൂപ വക്കീൽ വാങ്ങിയിട്ട് ഇയാൾക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വളരെ സ്ട്രോങ് എവിഡൻസോടുകൂടെ ഹൈക്കോടതിയിൽ കേസാണ്. അത് കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വക്കീൽ കൊടുത്തു. പക്ഷേ അത് കോഷ് ചെയ്തില്ല, സ്റ്റേ ചെയ്തു. ഇന്ന് ആ സ്റ്റേയുടെ പേരിലുള്ള ഇന്ന് വരെയാണ് സ്റ്റേ ചെയ്തത്, 17 വരെയാണ്. ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഞാനുമായിട്ട് കേസുണ്ടെങ്കിൽ തെളിയിക്കാമെന്നല്ലേ. ഞാൻ കേസിൻ്റെ നമ്പർ പറഞ്ഞുതരാം, നിങ്ങൾക്കിപ്പോൾ കേസിൻ്റെ ഇത് തരാം. നിങ്ങൾക്ക് കേസിൻ്റെ നമ്പർ എന്തിനാ ഞാൻ ഇതിൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തരാം. എനിക്കതിൻ്റെ ടെക്നിക്കൽ സാധനത കേസിൻ്റെ ഇത് ഞാൻ വായിച്ചു, കേസുകളുടെ ഇത് ഞാൻ വായിച്ചു. ഇനി അതിനകത്ത് ഇന്നത്തെ 2 രേഖ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തരാം. നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങളെ വാട്സാപ്പിലേക്ക് ഞാൻ അയച്ചു തരാം. ഇന്ന് ഹൈക്കോടതിയിൽ കിടക്കണത്. ഞാനത് ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്തൊരു പൊതുപ്രവർത്തനമൊന്നുമല്ല. ഇന്ന് ഹൈക്കോടതിയിൽ ഡേറ്റ് ചെയ്ത് വന്നു. അത് അവിടെ ഹൈക്കോടതിയിലുണ്ട് ആ കേസ്. ഫസ്റ്റ് കേസ് ഹോൾഡിംഗ് ഫ്രൈഡേ, സെക്കൻഡ് ഫ്രൈഡേ 2018 കേസ്. ആ 2018 കേസ് ഡേറ്റഡ് 9/4 ബ്രാഞ്ച് ഇതിനകത്ത് ഇതിൻ്റെ ടെക്നിക്കൽ സാധനമാണ്. നിങ്ങൾക്ക് ഇന്ന് അയച്ചു തരാം. ഇന്ന് ഹൈക്കോടതിയിൽ ആ കേസിൻ്റെ പേര് ഇതും ഞാൻ പറഞ്ഞുതരാം. 4ാം പ്രതിയായിട്ട് സുബൈദ് ഉണ്ട്, സിദ്ദീഖ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് 4ാം പ്രതിയായിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് സാജിദ് എന്ന് പറയുന്ന ഈ പ്രോസിക്യൂട്ടറാണ്. അപ്പോൾ എൻ്റെ പേര് മഹാരാഷ്ട്ര കേസ് കൊടുക്കുമ്പോൾ ഞാൻ കാണിക്കേണ്ടത് ഈ കേസാണ്. ഈ കേസ് ഇന്ന് ഹൈക്കോടതിയിലുണ്ട്.